ഹായ് മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കാം കേട്ടോ. അപ്പോൾ വസുവിനെ ഇപ്പോൾ തുറന്നു വിട്ടിട്ടുണ്ടല്ലോ. വസു നേരെ പോയിട്ടുണ്ട് കേട്ടോ പ്രണവൻ്റെ അടുത്ത്. ഇവിടുന്ന് ചീത്തയൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് പ്രണവൻ്റെ അടുത്ത് ചെന്നിട്ട് ഏഷ്ണി വയ്ക്കാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് പ്രണവൻ്റെ അടുത്ത്, നീ എത്രയും പെട്ടെന്നൊരു കാര്യം ചെയ്യും, നിയമത്തിൻ്റെ വഴിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഗൗതമന് ജയിക്കാനായിട്ട് കുറേ സമയം എടുക്കും. അപ്പോൾ ഗൗതമ നിനക്ക് സ്വത്ത് എഴുതി തരുന്ന പോലെ നീ ഒരു കാര്യം ചെയ്യും, അതുപോലെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കുക, അവൻ്റെ ഒപ്പ് എനിക്കറിയാം, അത് ഞാൻ ഇട്ടുതരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവാനി പറയുന്നുണ്ട്, വേണ്ട, അതിപ്പോൾ തൽക്കാലത്തേക്കല്ലേ ആവുള്ളൂ, ഇനിയിപ്പോൾ എന്തായാലും ഗൗതം അല്ലാതെ ഒപ്പിട്ടെന്ന് പറഞ്ഞിട്ട് ഗൗതം എങ്ങാനും കോടതി വഴിക്ക് പോവുകയാണെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടാവില്ലേ, അപ്പോൾ അതുകൊണ്ട് നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നിർമ്മല അവിടെയുള്ള കാര്യം കൂടിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏത് CKC ഞങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന നിർമ്മലയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രണവൻ ഒന്നുകൂടി ദേഷ്യം വരുന്നുണ്ട്. ഇപ്പോൾ എന്നെ ഇറക്കി വിട്ടിട്ട് കണ്ടവരൊക്കെ കയറി അവിടെ താമസിച്ചിരിക്കുക, ചോദിക്കാനും പറയുന്ന ആളില്ലെന്ന വിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രണവ് ചീത്ത പറയുന്നുണ്ട് കേട്ടോ കിടന്നിട്ട്. എന്നിട്ട് ശിവാൻ്റെ അടുത്ത് പറയുന്നുണ്ട്, വസു പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് CKCയോട് പറയണം നിർമ്മല അവിടെയുള്ള കാര്യം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ പ്രണവാണെങ്കിൽ കേസ് അയച്ചു, കോടതിയിൽ വക്കീൽ നോട്ടീസ് അയച്ചു. അതായത് നമ്മുടെ ഗൗതം അച്ഛനെ പറ്റിച്ചിട്ട് സ്വത്തൊക്കെ എടുത്തു എന്നും പറഞ്ഞിട്ട് കേട്ടോ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പാറും നിർമ്മലയും കൂടിയിട്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പച്ചക്കറി എറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഈ രജിസ്റ്റർ വന്നത്. അപ്പോൾ ഇത് എന്താടാ വക്കീൽ നോട്ടീസൊക്കെ ആണല്ലോ എന്ന് ചോദിക്കണ്ടേ കേട്ടോ. അപ്പോൾ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രണവ് അയച്ചാന്ന് പറയുമ്പോൾ പാറുവിന് ആകെ ഭ്രാന്ത് വന്നിട്ട് പാറു അപ്പം തന്നെ പുറപ്പെട്ടിട്ടുണ്ട്. അപ്പം അമ്മത് എവിടേക്കാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ CKCയുടെ അടുത്തേക്കാണ് എന്ന് പറയണ്ട കേട്ടോ. പ്രണവ് ഇത്ര നേരം കുട്ടിയെന്ന് കരുതിയതൊക്കെ തെറ്റിപ്പോയി, അവൻ 4 നല്ലത് കൊടുത്താലേ മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയണ്ട കേട്ടോ പറഞ്ഞു. അപ്പോൾ ഗൗതം പറയും, ഇതിപ്പോൾ അവനല്ലല്ലോ അമ്മ ചെയ്യിക്കണത്, അവൻ പറഞ്ഞിട്ടല്ലല്ലോ ഇത് ചെയ്യണത്, നമുക്ക് വേറെ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം, അമ്മ ഒന്ന് അടങ്ങുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, അതിൻ്റെയൊക്കെ ഒരു വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ടമ്മേ, നമുക്ക് CKCക്കെതിരെ ഒരു കേസ് കൊടുക്കാം, പെർച്ചുറി കേസ്, അതായത് കള്ളസാക്ഷി പറഞ്ഞിട്ട് ജയിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനെ ഒന്നും കൂടി ഇത് ചെയ്ത് കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് നല്ല ശിക്ഷ കിട്ടും, അതിനുള്ള വഴിക്ക് ഞാൻ നോക്കിക്കോളാം എന്ന് പറയും കേട്ടോ. അപ്പോൾ പറയണ്ട, അത് നല്ലൊരു കേസാണ്, ഞാനും കേട്ടിട്ടുണ്ട്, വാ എന്നാൽ നമുക്കത് കൊടുക്കാനായിട്ട് പോകാമെന്ന് പറയും. അപ്പോൾ നിർമ്മലമ്മ പറയും, നിൽക്ക് ഞാനും ഉണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ പറയും, നീ എവിടേക്കാണ് പോണേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ പറയും, ഞാൻ പഴയ എൻ്റെ അവിടെ വീട്ടിൽ തന്നെ പോയി താമസിച്ചോളാം എന്ന് പറയും. അതെന്തിനാന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ പറയും, ഇപ്പോൾ വസുവൊക്കെ പറഞ്ഞു കേട്ടില്ലേ, പ്രണവനും ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദേഷ്യവും, ഇവിടെ അല്ലാണ്ട് തന്നെ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇനിയിപ്പോൾ എല്ലാം മനസ്സിലാക്കി പ്രണവ് തിരിച്ചു വരട്ടെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, ഞാൻ വന്ന് താമസിച്ചോളാം, ഇപ്പോൾ തൽക്കാലം എന്നെ തടയരുതെന്നും പറഞ്ഞിട്ട് ആര് പറഞ്ഞാലും കേൾക്കാണ്ട് നമ്മുടെ നിർമ്മലമ്മ പെട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എടുത്ത് പോവാണ്. അപ്പോൾ പോകുമ്പോൾ ഇങ്ങനെ ഗൗതം ചോദിക്കുന്നുണ്ട്, ഗൗതം അങ്ങനെ പറയുന്നുണ്ട്, ഗൗതം അതിൻ്റെ ഇടയ്ക്ക് അച്ഛനാരാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട് നിർമ്മലമ്മയുടെ അടുത്ത്, ഇതൊക്കെ എല്ലാം ഇതാക്കിയ അമ്മ ഞാനൊരു വീട്ടിൽ താമസിക്കാമെന്ന് വിചാരിച്ചാലും അതിന് ഓരോ പ്രശ്നങ്ങൾ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുക, ഇതിനൊക്കെ കാരണം എൻ്റെ അച്ഛനാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധിയും മുഖം നോക്കുന്നുണ്ട്, നിധി നിർമ്മലമ്മ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മയെ പറ്റിക്കാണ്ട് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് വല്ല ഇതും വരുമായിരുന്നോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നിർമ്മലമ്മ അങ്ങനെ ആശ്വസിപ്പിക്കും, അതൊക്കെ അങ്ങനെ എല്ലാ ആഗ്രഹവും സാധിക്കുകയാണെങ്കിൽ പിന്നെ ദൈവവും വിധിയും അതിലൊന്നൊരു കാര്യമില്ലല്ലോ മോനെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നത്, അമ്മേനെ ആശ്വസിപ്പിക്കാനായിട്ട് അങ്ങനെയൊന്നും പറയണ്ട, അമ്മ പറ്റുമെങ്കിൽ അച്ഛൻ ആരാന്ന് എന്നോട് ഇപ്പോൾ പറഞ്ഞതാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിർമ്മലമ്മ പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ സമയമാകുമ്പോൾ അത് അറിയിച്ചോളാം, ഇപ്പം നീ അടങ്ങ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ അടക്കി ഒതുക്കി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവർ പോകുന്ന സമയത്താണ് ഇവരുടെ അമ്മാവൻ കടയിൽ നിന്നിട്ട് എന്തോ കശപശയും ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, കടക്കാരൻ പറ്റിക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരവിടെ ഇറങ്ങി സംസാരിച്ച് അങ്ങനെ വർത്തമാനമൊക്കെ പറയുമ്പോൾ ഈ കേസിൻ്റെ കാര്യം അമ്മാവൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മാവൻ അങ്ങനെ അപ്പോൾ നിർമ്മലേനെ കാണുന്നത്. അപ്പോൾ നിർമ്മല എത്തിലുണ്ടായിരുന്നു, സുഖല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മോളും മരുമോനെ നന്നായി, എൻ്റെ മോനും മരുവളും എന്നെ നന്നായി നോക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അമ്മാവൻ ചിരിച്ചിട്ട് അത്ഭുതത്തോടെ, എന്ത് ആരെ മോനും മരുവളോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് സ്റ്റെക്കായി പോയി, എന്ത് പറയണമെന്ന് അറിയാണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അല്ല നിധി അതല്ല, ഗൗതമിനെ നിർമ്മലമ്മ മോനായിട്ടാണ് കരുതണത്, അപ്പോൾ പിന്നെ ഞാൻ മരുവളല്ലേ അമ്മാവ എന്ന് പറയട്ടോ. ഓ അങ്ങനെ എന്ന് പറയും. അങ്ങനെ അമ്മാവൻ തിരിച്ച് അങ്ങനെ വീട്ടിലേക്ക് പോകും കേട്ടോ, ഫ്രൂട്ട്സൊക്കെ നിധിയുടെ അടുത്ത് കൊടുത്തിട്ട്. അപ്പോൾ നിധി പറയും, അല്ല ഗൗതം, നമ്മളിപ്പോൾ എന്തായാലും നിർമ്മലമ്മയെ കൊണ്ടാക്കാൻ പോവാണല്ലോ, അവിടെ ഇനിയിപ്പോൾ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല, അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാം, പച്ചക്കറി മേടിച്ചിട്ട് വരാം, ഗൗതം ഇവിടെ നിൽക്കുമെന്ന് പറയും കേട്ടോ. അപ്പോൾ ആദ്യം നിർമ്മലമ്മ പറയും, അല്ലെങ്കിൽ വേണ്ട മോനെ, വീട് ഇവിടെ അടുത്തല്ലേ, നീ ഒരു കാര്യം ചെയ്യുക, നീ അവിടെ ചെന്നിട്ട് വെയിറ്റ് ചെയ്തോ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഗൗതം പറയും, വേണ്ട, നിങ്ങൾ പോയി വരുന്നവരെ ഞാനിവിടെ നിന്നോളാം എന്ന് പറയും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഇവിടെ കൊടുത്തിട്ട് ഇവർ
ഇവർ പച്ചക്കറി മേടിക്കാനായിട്ട് പോകും. അങ്ങനെ ഗൗതം ഇത് തുറന്ന് വെക്കുമ്പോൾ ചാവി അവിടെ ഇരിക്കുന്നു കേട്ടോ, നിർമ്മലമ്മയുടെ വീടിൻ്റെ ചാവി. അപ്പോൾ പെട്ടെന്ന് ഗൗതമിനൊരു ഐഡിയ തോന്നും, എന്തായാലും അമ്മയുടെ വീട്ടിൽ പോയിട്ട് അമ്മയുടെ പെട്ടിയുണ്ട്, അതൊന്ന് തുറന്ന് പരിശോധിക്കാം. അപ്പോൾ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടാതിരിക്കില്ല അച്ഛനെ കുറിച്ചിട്ട്, അല്ലാണ്ട് അമ്മ ചോദിച്ചിട്ട് എന്ന് പറഞ്ഞു തരാനാന്നും പറഞ്ഞിട്ട് വേഗം അവിടെ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞ് ഗൗതം എന്ത് ചെയ്യും, വേഗം വണ്ടി എടുത്തിട്ട് നിർമ്മലമ്മ താമസിച്ചിരുന്ന വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പം നിർമ്മലമ്മയാണെങ്കിലോ ഇവരിതൊന്നും അറിയാതെ അവരവിടെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഗൗതം വേഗം വന്നിട്ട് അകത്ത് കയറി കേട്ടോ. എന്നിട്ട് ആകെ തപ്പി നിൽക്കണത് ഇതിപ്പോൾ എവിടെ നിന്ന് കിട്ടുകയെന്ന് അറിയില്ലല്ലോ. അങ്ങനെ നോക്കുമ്പോൾ അലമാരിൻ്റെ മുകളിൽ ഒരു പെട്ടി കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ പെട്ടിയാണ് നമ്മുടെ ഗൗതമിൻ്റെ ടാർഗറ്റ്. അപ്പോൾ വേഗം ആ പെട്ടി എടുക്കും, ഇവർ വരുമ്പോഴേക്കും കഴിയും വേണമല്ലോ, ഇവരോട് പറയാണ്ടല്ലോ പോന്നിരിക്കണേ, അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് വേഗം പെട്ടി എടുത്തിട്ട് ആകെ വലിച്ച് മാന്തിയിടണം കേട്ടോ. അപ്പം അതിൽ സത്യം പറഞ്ഞാൽ അതിൽ CKCയുടെയും നിർമ്മലമ്മയുടെയും ഫോട്ടോ ഉണ്ടായിരുന്നു, 2 ഫോട്ടോ ഉണ്ടായിരുന്നു. ഈ ചിക്കി മാന്തിയിടണം, അത് ആകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറക്കിയിടണം. ഇതിൽ ഈ ഫോട്ടോ താഴ്ത്ത് വീഴാൻ മാത്രമല്ല 2 ഫോട്ടോയും താഴ്ത്ത് വീണു. അത് ഗൗതം കണ്ടിട്ടുമില്ല. അതിലൊരു ഫോട്ടോ അലമാരിൻ്റെ അടിയിലേക്ക് പോവുകയും ചെയ്തു. കറക്റ്റ് നമ്മുടെ CKCയും നിർമ്മലമ്മയും കൂടി നിൽക്കണ ഫോട്ടോ കേട്ടോ. അപ്പോൾ ഗൗതം ഇങ്ങനെ ആകെ തപ്പിക്കൊണ്ടിരിക്കുക, എന്തായാലും അച്ഛൻ്റെ അമ്മയും കൂടിയിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ടാവാതിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടോ. എന്നിട്ട് ആകെ വലിച്ചപ്പോൾ നോക്കിയപ്പോൾ ഒന്നുമില്ല കേട്ടോ അതിൽ. അപ്പോൾ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക, ഒരു തെളിവും ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്താണ് ഇവർ പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് 2 പേരും കൂടി വരണത് കേട്ടോ. അപ്പോൾ ഗൗതം എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് വിളിച്ചപ്പോൾ ഗൗതം എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് പരിങ്ങി, എന്നിട്ട് എല്ലാം കൂടി വാരി അതിൽ പെട്ടിയിലിട്ട് അടച്ചു കേട്ടോ. പക്ഷെ അത് കണ്ടറിയാം എന്തായാലും അത് തുറന്നിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ട് അവിടെ അങ്ങനെ വെച്ച് നിൽക്കണം കേട്ടോ. അപ്പോൾ ഗൗതം എനങ്ങളില്ലെന്ന് കണ്ടപ്പോൾ ഇവർ നമ്മുടെ നിർമ്മലമ്മ അകത്ത് കയറി വന്നിട്ട്, എന്താ ഗൗതം നീ എൻ്റെ അവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് എന്താ പെട്ടെന്ന് പോകുന്നത്, നിന്നെ കണ്ടില്ലെന്ന് വെച്ചപ്പോൾ ഞങ്ങളും ഇങ്ങോട്ട് പോന്നു, വിളിച്ചിട്ടാണെങ്കിൽ കിട്ടണില്ല, നോട്ട് റീച്ചബിളാണ്, എന്താ നീ ഇവിടെ എന്താ ചെയ്യണേന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിർമ്മലമ്മ ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നിർമ്മലമ്മ അപ്പോഴേക്കും നിധിയും കയറി വന്നു, ഈ എന്താ ഇവിടെ ചെയ്യണേന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഇവർ പെട്ടി കണ്ടു കേട്ടോ. പെട്ടി കണ്ട വശം നിർമ്മലമ്മയ്ക്ക് ആകെ ടെൻഷനായി. 2 പേരും കണ്ടു, എന്തായാലും തെളിവ് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളതിൽ നിൽക്കണം കേട്ടോ. എന്താ പറയണ്ടേന്ന് അറിയാതെ. അപ്പോൾ ചോദിക്കണ്ടേ, എന്താ നീ ഈ പെട്ടി ഇങ്ങനെ ഇവിടെ വന്നേ, ഇത് ഞാൻ അവിടെ മുകളിൽ കയറ്റി വെച്ചിരുന്നാണല്ലോ എന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ ഗൗതം പറയും, ഞാനത് എടുത്ത് നോക്കിയതാണ്, അച്ഛനെ കുറിച്ചിട്ട് എന്തെങ്കിലുമുള്ള തെളിവ് ഫോട്ടോയോ എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ 2 പേരും മുഖത്തോടെ മുഖം നോക്കി നിൽക്കണം, ഇനി എന്ത് ചെയ്യും, എല്ലാം പിടിക്കപ്പെട്ടിട്ടുണ്ടാവും, എന്തായാലും ഫോട്ടോ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് നിൽക്കണം കേട്ടോ. അപ്പോൾ ഗൗതം പറയും, പക്ഷേ ഒന്നും കിട്ടിയില്ല എന്ന് പറയും. അപ്പോഴാണ് നിർമ്മലമ്മയ്ക്ക് ഒരു ശ്വാസം നേരെ വേണത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആശ്വാസത്തിൽ നിൽക്കണം. എന്നിട്ട് പറയും, എനിക്ക് അയാളോട് വെറുപ്പാന്ന് അറിഞ്ഞൂടെ, അപ്പോൾ ഇനി ഞാൻ അയാളുടെ ഫോട്ടോ എടുത്ത് വെക്കൂ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഗൗതം ഒന്നും അങ്ങനെ മിണ്ടാതെ നിൽക്കണം കേട്ടോ. എന്നിട്ട് നിധി പറയും, ആശ്വസിപ്പിക്കും, ഞാൻ ഗൗതമിനോട് പറഞ്ഞതല്ലേ, എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ആ സമയമാകുമ്പോൾ അമ്മ പറഞ്ഞു തരും, ഇപ്പോൾ അതറിഞ്ഞു കഴിഞ്ഞാൽ ഗൗതം എടുത്ത് ചാടി എന്താ ചെയ്യാന്ന് അറിയില്ല, അതുകൊണ്ടല്ലേ ക്ഷമിച്ചൂടെ ഗൗതത്തിനെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അടിയിലൊരു ഫോട്ടോ കമന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2 പേരും അതിൻ്റെ മുകളിലേക്ക് തന്നെ നോക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഗൗതം അത് കണ്ടത്. അപ്പോൾ ഗൗതം വേഗം അതെടുക്കും, വേഗം എടുത്തിട്ട് നോക്ക്. അപ്പോൾ നിർമ്മലമ്മ വിചാരിക്കും, അയ്യോ പെട്ടു എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. അതായിരിക്കും. അപ്പോൾ നിധിയും വിചാരിക്കും, ഇതായിരിക്കും CKCയും നിർമ്മലയും തമ്മിലുള്ള ഫോട്ടോ ആയിരിക്കും, ആൻറ്റി തമ്മിലുള്ള ഫോട്ടോ ആയിരിക്കും എന്ന് വിചാരിച്ച് നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് തന്നെ ഗൗതം എന്നിട്ട് നോക്കുമ്പോൾ ഗൗതം അത് നിർമ്മലമ്മയുടെ അങ്ങോട്ട് തന്നെ ഫോട്ടോ ആയിരുന്നു. അപ്പോൾ ഗൗതം പറയും, ഞാൻ വിചാരിച്ചു അച്ഛൻ്റെ അമ്മയുടെയും കൂട്ടിയിട്ടുള്ള ഫോട്ടോ ആണെന്ന്, പക്ഷേ തെറ്റിപ്പോയി, ഞാൻ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയും കേട്ടോ. എന്നിട്ട് വിഷമത്തോടു കൂടി നിൽക്കുകയാണ് നമ്മുടെ ഗൗതം. അപ്പോഴാണ് ശരിക്കും ആശ്വാസമായത് കേട്ടോ. അപ്പോഴേ നിർമ്മലമ്മ വിചാരിക്കേണ്ട ആ ഫോട്ടോ എവിടെ പോയി എന്നുള്ളത്. കറക്റ്റ് അത് മാത്രമായിട്ട് അടിയിലേക്ക് പോയി, ആരും കണ്ടിട്ടില്ല. അപ്പോൾ നിധി വേഗം കൂട്ടിക്കൊണ്ടുകൊണ്ടിട്ട് വാ, ഇനിയിപ്പോൾ എന്തെങ്കിലും ആവട്ടെ, നമുക്ക് പോയിട്ട് കേസിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാം, വക്കീലിനോട് പെർജുറി കേസിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം നിർമ്മലമ്മ അങ്ങനെ ആശ്വാസത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ. CKCക്കെതിരെ തെളിവ് ശേഖരിക്കാൻ പോകുന്ന ഒരുപാട് ഭാഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.